വെൽക്കം ബാക്ക് ടു എമ്മ സൊല്യൂഷൻസ്. മക്കളെ, ട്രയൽ അലോട്ട്മെന്റ് കിട്ടാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒരു ട്രയൽ അലോട്ട്മെന്റ് എന്ന് പറയുന്ന ഒരു സാധ്യതാ ലിസ്റ്റ് ആണ്. അതായത് നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ലിസ്റ്റ് ആണ്. പക്ഷേ ഈ ട്രയൽ അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ കുട്ടികൾ എല്ലാവരും എന്ത് ചെയ്യും? ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യും, കുറേ തിരുത്തലുകളും എല്ലാം നടത്തിയതിന് ശേഷമാണ് ഫസ്റ്റ് അലോട്ട്മെന്റ് വരിക. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ട്രയൽ കിട്ടിയ കുട്ടിക്ക് ഫസ്റ്റ് കിട്ടണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി ട്രയൽ കിട്ടിയിട്ടില്ല എന്നുള്ളവർക്ക് ഫസ്റ്റ് കിട്ടാനും സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇത് കിട്ടിയിട്ടില്ല എന്ന് കരുതി നിങ്ങൾക്ക് സീറ്റ് കിട്ടില്ല, അങ്ങനെയുള്ള കാര്യം ഒന്നും ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കുകയേ വേണ്ട. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, നിങ്ങൾ ചിലപ്പോൾ സ്കൂളുകളുടെ ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഫുൾ A+ കിട്ടിയിട്ടുള്ള കുട്ടികൾക്ക് പോലും പലർക്കും ട്രയൽ പോലും കിട്ടാത്ത അവസരം വരാറുണ്ട്. കാരണം ഇപ്പോൾ അവർ ചൂസ് ചെയ്തിട്ടുള്ള ഒരു 5 സ്കൂളായിരിക്കും ചിലപ്പോൾ അവർ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ആ 5 ഓപ്ഷൻസിൽ കിട്ടാൻ ചാൻസ് ഉണ്ടാവില്ല. അപ്പോൾ മാക്സിമം എന്ത് ചെയ്യണം? ഓപ്ഷൻസ് നിങ്ങൾ ആഡ് ചെയ്യണം. നിങ്ങൾക്ക് എത്ര സ്കൂൾ വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാം, എത്ര ഓപ്ഷൻസ് വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും ട്രയൽ അലോട്ട്മെന്റ് ചെക്ക് ചെയ്യുക. ജൂൺ 10 വൈകിട്ട് 5 മണി വരെ അവസരമുണ്ട്. എല്ലാവരും എന്ത് ചെയ്യുക? മാക്സിമം സ്കൂൾ കൊടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് ജില്ലകൾ വരെ മാറ്റി കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ മാക്സിമം നിങ്ങൾ സ്കൂൾ കൊടുക്കുക. അപ്പോൾ അത്രയും നിങ്ങൾക്ക് സാധ്യത കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ ആരും അതോർത്ത് ടെൻഷൻ അടിക്കേണ്ട. ഇനി ഫസ്റ്റ് അലോട്ട്മെന്റ് ജൂൺ 15 വരും. അതിനുശേഷം സെക്കൻഡ് അലോട്ട്മെന്റും തേർഡും സപ്ലിമെന്ററി അലോട്ട്മെന്റ് എല്ലാം വരാനുണ്ട്. +1 സീറ്റും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടില്ല എന്നോർത്ത് നിങ്ങൾ വിഷമിക്കരുത്. ഇപ്പോൾ ചില സ്കൂളിൽ നിങ്ങളുടെ റാങ്ക് നോക്കുന്ന സമയത്ത് ഇപ്പോൾ അവിടെ സീറ്റ് ഒരു 50 സീറ്റേ ഉള്ളൂ വിചാരിച്ചോ. പക്ഷെ നിങ്ങളുടെ റാങ്ക് ഒരു 300 ഒക്കെ കാണുകയാണെങ്കിൽ അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് തോന്നും 50 സീറ്റുള്ളടുത്ത് 300 റാങ്കുകൾ എനിക്ക് കിട്ടണമെന്നില്ലല്ലോ. ഈ 300 എന്നൊക്കെ കണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു ജില്ലയിലെ കംപ്ലീറ്റ് റാങ്കാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ആ ഒരു സ്കൂളിൽ കിട്ടാൻ അത് വെച്ചിട്ട് നിങ്ങൾക്ക് കിട്ടില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യുമ്പോൾ എല്ലാവരും അത് മാറ്റും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളെ സാധ്യത മുന്നിലേക്ക് വരും. അപ്പോൾ ആരും ടെൻഷൻ അടിക്കേണ്ട. എന്തായാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന കോഴ്സിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയിരിക്കും. അപ്പോൾ അതേപോലെ ഇനിയിപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയിട്ടില്ല, ഇനി നിങ്ങൾക്ക് വരുന്ന അലോട്ട്മെന്റ് ഏതാണോ അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ആഗ്രഹിക്കാത്ത കോഴ്സാണ് കിട്ടിയതെങ്കിൽ പോലും നിങ്ങൾ ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുത്ത് വെക്കുക. എന്നിട്ട് ഹയർ ഓപ്ഷന് വേണ്ടിയിട്ട് നിങ്ങൾ കൊടുത്തിട്ട് വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആഗ്രഹിച്ച സ്കൂൾ, ആഗ്രഹിച്ച കോഴ്സ് കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച സ്കൂളാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? പോയിട്ട് പെർമനന്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ പറ്റിയിട്ടുണ്ടോ എന്നുള്ള കാര്യം എല്ലാവരും ചെക്ക് ചെയ്യണം. എഡിറ്റ് ചെയ്തതിന് ശേഷം കൺഫർമേഷൻ കൊടുക്കാൻ ആരും മറക്കരുത്. നിങ്ങൾക്ക് ബോണസ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അതേപോലെ ജാതി സംവരണ വിവരങ്ങളും പിന്നെ പഞ്ചായത്ത്, താലൂക്ക് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, ക്ലബ്ബുകളുടെ സർട്ടിഫിക്കറ്റുകൾ, നിങ്ങൾക്ക് കിട്ടാത്ത സർട്ടിഫിക്കറ്റുകളൊന്നും നിങ്ങൾ കൊടുക്കരുത്. നിങ്ങൾ അഡ്മിഷൻ്റെ സമയത്ത് ഇനിയിപ്പോൾ നേരത്തെ അറിഞ്ഞൊരു കാര്യമാണ്, ഫുൾ A+ കിട്ടിയിട്ടുള്ള കുട്ടിക്ക് ഒരു അഡ്മിഷൻ ക്യാൻസൽ ആവുന്ന ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. കാരണം എന്താണ്? ക്ലബ്ബുകളിലൊക്കെ അവസരം ഇതിൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിട്ട്, അതായത് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് അഡ്മിഷൻ്റെ സമയത്ത് കൊടുക്കുമ്പോൾ എന്താ സർട്ടിഫിക്കറ്റ് കാണിക്കാനില്ല. ആ സമയത്ത് അഡ്മിഷൻ ക്യാൻസൽ ആവുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനൊന്നും നിൽക്കരുത്. നിങ്ങളുടെ കയ്യിൽ എന്താണ് ഒറിജിനൽ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഉള്ളത് അത് മാത്രം എൻ്റർ ചെയ്ത് കൊടുക്കുക. അത് എല്ലാ സർട്ടിഫിക്കറ്റുകളും നിങ്ങൾക്ക് അഡ്മിഷൻ്റെ സമയത്തേക്ക് ആവശ്യമുണ്ട്. സോ റിസ്ക് എടുക്കരുത്. മാക്സിമം എല്ലാ കാര്യങ്ങളും തിരുത്തി എല്ലാം കറക്റ്റ് ആണ് എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക. ഓപ്ഷൻസ് കൂട്ടാൻ എന്തായാലും ശ്രമിക്കണം. എല്ലാവരും മാക്സിമം ഓപ്ഷൻസ് ആഡ് ചെയ്യുക. ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ട്രയൽ കിട്ടിയിട്ടില്ല എന്ന് കരുതി ടെൻഷൻ അടിക്കാൻ വേണ്ട മക്കളെ. നിങ്ങൾ ആഗ്രഹിച്ച സ്ഥലത്ത് നിങ്ങൾക്ക് എന്തായാലും അഡ്മിഷൻ കിട്ടിയിരിക്കും. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ കൂടുതലായിട്ട് അറിയിക്കുന്നതായിരിക്കും.